KPCC രാഷ്ട്രീയകാര്യ സമിതി പുനഃസംഘടിപ്പിച്ചു. 36-അംഗ സമിതിയാണ് ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചത്. അടൂർ പ്രകാശും ആന്റണിയും MK രാഘവനും സമിതിയിൽ ഉൾപ്പെട്ടു. ജോസഫ് വാഴക്കൻ, N സുബ്രഹ്മണ്യൻ എന്നിവരെയും പരിഗണിച്ചു. വിവരങ്ങളുമായി റോഷിപാലുണ്ട്. റോഷിപാൽ, ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ യുവ നേതാക്കളെയും പരിചയസമ്പന്നരെയും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇപ്പോൾ രാഷ്ട്രീയ സമിതി പുനഃസംഘടിപ്പിച്ചിരിക്കുന്നത്. ആരൊക്കെയാണ് പുതിയതായി ഇടം പിടിച്ചവർ? ഭാര്യ ഏറെക്കാലത്തെ ചർച്ചകൾക്ക് ശേഷമാണ് KPCC രാഷ്ട്രീയകാര്യ സമിതിയുടെ പുനഃസംഘടന. നേരത്തെ പലവട്ടം പട്ടിക KPCC തയ്യാറാക്കിയെങ്കിലും അതിൽ ഗ്രൂപ്പ് നേതാക്കൾ അഭിപ്രായ വ്യത്യാസം ഉയർത്തുകയും തുടർന്ന് അത് മാറ്റുകയുമായിരുന്നു. ഏതായാലും നേരത്തെ 23-അംഗ കമ്മിറ്റിയായിരുന്നു KPCC ഉണ്ടായിരുന്നത് രാഷ്ട്രീയകാര്യ സമിതിയായി. അതിൽ 5 ഒഴിവുകൾ ഉണ്ടായിരുന്നു. MA ഷാനവാസ് അടക്കം മരിച്ചവർ, ഒപ്പം PC ചാക്കോ കോൺഗ്രസ് വിട്ട് NCPയിലേക്ക് പോയി. ആ തരത്തിൽ KV തോമസ്, ആ തരത്തിൽ പാർട്ടി വിട്ടവർ ഉൾപ്പെടെ ഒഴിവുകൾ കൃത്യമായി നികത്തിയിരുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് രാഷ്ട്രീയകാര്യ സമിതി മൊത്തത്തിൽ പുനഃസംഘടിപ്പിക്കാനുള്ള തീരുമാനമെടുത്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയകാര്യ സമിതിയുടെ പുതിയ സമിതി പ്രഖ്യാപിക്കുമ്പോൾ അതിൽ അംഗസംഖ്യ വർദ്ധിപ്പിച്ചിരിക്കുന്നു. 36 പേരെ ഉൾപ്പെടുന്ന കമ്മിറ്റിയാണ് പുതുതായി AICC ജനറൽ സെക്രട്ടറി, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ കമ്മിറ്റിയിൽ പുതുതായി 4 MP-മാരടക്കം അടൂർ പ്രകാശ്, ആന്റണി, MK രാഘവൻ, ഹൈബി ഈഡൻ അടക്കമുള്ള 4 MP-മാർ ഇടം പിടിച്ചിരിക്കുന്നു. ഒപ്പം പഴയ രാഷ്ട്രീയകാര്യ സമിതിയിൽ ഉണ്ടായിരുന്ന അംഗങ്ങൾ മുഴുവൻ അവരെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പുതിയ രാഷ്ട്രീയകാര്യ സമിതി രൂപീകരിച്ചത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഇതിനൊപ്പം തന്നെ എല്ലാ ഗ്രൂപ്പ് പരിഗണനയും നൽകിയിരിക്കുന്നു. A ഗ്രൂപ്പും I ഗ്രൂപ്പും ഒപ്പം KC വേണുഗോപാലിനെ പിന്തുണക്കുന്നവരെ അടക്കം കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട പ്രത്യേകത. നേരത്തെ ആര്യ സൂചിപ്പിച്ചതുപോലെ മുതിർന്ന പരിചയസമ്പന്നരായ ആളുകൾക്കൊപ്പം പുതുതായ യുവതലമുറയെ കൂടി രാഷ്ട്രീയകാര്യ സമിതിയിൽ ഉൾപ്പെടുത്തി എന്നതാണ് പ്രത്യേകത. ഏതായാലും കോൺഗ്രസ് വലിയ രാഷ്ട്രീയ പോരാട്ടത്തിന് തയ്യാറെടുക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ രാഷ്ട്രീയകാര്യ സമിതി കൂടി പുനഃസംഘടിപ്പിച്ചിരിക്കുന്നത്. KPCC അധ്യക്ഷൻ അടുത്ത ദിവസം കേരളത്തിൽ തിരിച്ചെത്തിയാൽ തൊട്ടു പിന്നാലെ തന്നെ രാഷ്ട്രീയകാര്യ സമിതിയുടെ ആദ്യ യോഗം ചേരും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ 36-അംഗ രാഷ്ട്രീയകാര്യ സമിതിയാണ് KPCC പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചിരുന്ന വിവരങ്ങളാണ് റോഷിപാൽ നൽകിയത്.